ഇപ്പോൾ സംഗീതത്തിന് സൗണ്ടിങ് വാക്ക് കിട്ടിയില്ല, പക്ഷേ മീറ്റർ ഒപ്പിച്ച് നമ്മളൊരു പാട്ട് എഴുതി ഒരു ഇമേജ് ഉണ്ടാക്കണം, അതിനകത്ത് ചിത്രം ഉണ്ടാക്കണമല്ലോ പാട്ടിന്, ഇത് കൊടുക്കുകയും വേണം. അത് എഴുതിയെല്ലാം റെഡിയായി കഴിഞ്ഞില്ല, അതൊക്കെ കഴിഞ്ഞ് കാശൊക്കെ മേടിച്ച് സ്വത്തടിക്കുമ്പോഴേ ചേട്ടാ പാട്ടുകാരന് വരുന്നില്ല. ഒന്ന് ഓർത്ത് നോക്കൂ. അദ്ദേഹത്തിന് വരാത്തത് നമ്മുടെ കുഴപ്പമാണ്, അദ്ദേഹത്തിന് പാടണം. ഒരു ഗായകൻ നിലയ്ക്ക് എല്ലാ അക്ഷരവും പറയാനുള്ളൊരു അതോടെ ഞാൻ പറഞ്ഞു, അതും ഒന്നും കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. കാലഘട്ടം മലയാളത്തിനെ പുറകോട്ട് വെച്ച് ഉച്ചരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ബഭാന്ന് എത്ര പേര് പറയും, ഭരണി പറയുന്നത് ഭരണിയാണ് കേൾക്കുന്നത്, ഭയങ്കരം, വളരെ കുറച്ച് പേര് ഭയങ്കരം ഒക്കെ ബായായിട്ട് മാറുക. അപ്പോൾ അവിടെയും നമ്മൾ ഇത് അനുഭവിക്കണം. അവിടെ വരെ നമ്മൾ എന്നാൽ അറിയപ്പെടും. ഒരു പാട്ടിൻ്റെ 100 ദിവസം ആഘോഷിച്ചൊരു പരസ്യം വരുമ്പം പാട്ടെഴുത്തുകാരൻ്റെ പേര് കാണില്ല. സംഗീത സംവിധായകനും ഗായകൻ്റെയും പേര് എല്ലാവരും എടുക്കും. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഈ സാധനം വരികളില്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും എന്താ പ്രസക്തി ഞാൻ ആലോചിക്കണം. ഷഹബാസമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത വേറെ വോയിസ് ഉണ്ട്. മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ, വാട്ടിയായ വര മഞ്ജുളാങ്കിയുടെ സ്വന്തമായ നിമിഷം എന്നുള്ള ശരത്തേട്ടൻ്റെ വരികൾ പാടുമ്പോൾ ഉണ്ടല്ലോ, ആ മഞ്ജുളാങ്കിയൊക്കെ ഭാവഗായി എന്നുള്ള വാക്ക് യഥാർത്ഥത്തിൽ ചേരുന്നൊരു മനുഷ്യൻ. അത് സ്റ്റേജിലൊക്കെ വന്നിട്ട് അതിന് വേറൊരു പാടുമ്പോഴേ വേറൊരു സ്ഥലം കൂടെ ദാസേട്ടനൊക്കെ ചെയ്യും കേട്ടോ. ആഴിയലയാഴി എന്നുള്ള പാട്ട് ദത്തുപുത്രനല്ലേ, സുനാമി വന്നു സിനിമാ താരങ്ങൾ, സിനിമ ലോകം ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട് ഇന്ന് ഗാനങ്ങൾ നടത്തി. അന്ന് ആഴിയലയാഴി അപാരതേ ആ വിജനതയ്ക്ക് വേറൊരു സാധനം കൊടുത്തു. അന്ന് സിനിമയ്ക്ക് വേണ്ടി അപാരതയെന്നിൻ വിജനമാം കരയിൽ അലയുന്നു ഞാൻ ആ പതിയൻ. പക്ഷെ അന്ന് പാടിയപ്പം ആ വിജനതയിലൊരു ചെറിയ വേദന ചേർത്തത്. ഭാഷ അറിയാവുന്നവൻ പറയുമ്പോൾ അതല്ലേ ഭാഷയോട് ജയചന്ദ്രനൊക്കെ ആണല്ലോ ഏറ്റവും ഭാഷ അറിയാം, വാക്കറിയാം. ആ വാക്ക് അതൊക്കെ ഒതുക്കുന്നിടത്തൊക്കെ ഒതുക്കുന്ന കണ്ടില്ലേ, നല്ല രസമാണത്. മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ, ആ മാരനുണ്ടല്ലോ, അവർ എന്തൊക്കെ അവന് ബാക്കി വല്ലതും കുറവുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് തേച്ച് മിനിക്ക് അവനെ വിളിക്കലാക്കും. അതൊരു ഭാഗ്യമല്ലേ, ഒരു വാക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ അവിടെ ഞാൻ പറഞ്ഞ അവിടെയൊക്കെയാണത്, അതുകൊണ്ടൊക്കെയാണല്ലോ നമ്മൾ നിലനിന്ന് പോകുന്നത്. എഴുതി വെച്ചത് എന്നേക്കാൾ ഇപ്പം നേരത്തെ പറഞ്ഞാൽ എഴുതി വെച്ചതിനപ്പുറത്തേക്ക് ഒരു അർത്ഥമുണ്ടത് എന്ന് ഒരാൾ പാടിയും സംഗീതം ചെയ്തും പറഞ്ഞും കേൾക്കുമ്പം ഒരു എഴുത്തുകാരന് കിട്ടുന്നൊരു അംഗീകാരമുണ്ട്, അത് വലുതല്ലേ. സത്യത്തിൽ രവീന്ദ്രൻ മാഷിൻ്റെ അതൊരു ബ്രേക്ക് ആയിരുന്നില്ലേ ശരിക്കും? വീഴ് രണ്ടിലും ഒരു അതായിരുന്നു ശരിക്കും. എനിക്ക് അതിന് മുമ്പ് എൻ്റെ പൊന്നു തമ്പുരാൻ ആദ്യം ചെയ്തിട്ടെങ്കിൽ കൂടിയും ആ പടം ഹിറ്റായില്ലല്ലോ. ദേവരാജമാഷാണ്, ദേവരാജമാഷ കയ്യിലാണ് നമ്മൾ വീണത് തന്നെ. അതെ, അതൊരു ഭയങ്കര അത് വേറൊരു അത് ഭാഗ്യല്ലേ, അവിടെ തന്നെ പോയി വീഴാൻ. അവിടുന്ന് കിട്ടിയ ചില അതുണ്ട്, അത് വളരെ ശരിയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈണം മൂളിയിട്ട് വാക്കന്വേഷിക്കുന്ന ഗതികേട് ഉണ്ടാകരുതിന്. ഈണം വരുന്ന കൂട്ടത്തിൽ അവൻ്റെ നാക്കത്ത് ആ വാക്കം വരണം, അവിടെയാണ് ഗാനരചയിതാവിൻ്റെ വിജയം. അല്ലാണ്ട് നമ്മളിരിക്കുകയാണ് ശംഖുപുഷ്പം കൊണ്ട് എഴുതുമ്പോൾ ഞാൻ 6 തവണ മുള്ളിട്ടും വാക്ക് കിട്ടിയില്ലെങ്കിൽ നീ പരാജയപ്പെടാം. അല്ല, അതത് വാക്ക് എപ്പോഴും ക്യാച്ച് ചെയ്യാൻ. ഹുക്ക് ലൈൻസ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു വാക്കാണ്. അതെ അതെ അതെ. മിഴി രണ്ടിലും തന്നെ എന്തിനായി നിൻ ഇടം കണ്ണിൻ തടം തുടിച്ചു എന്ന് പറയുന്ന പാട്ടല്ലേ, വരികളൊന്ന് പറയോ? എന്തിനായി ഇടം കണ്ണിന് തടം തുടിച്ചു, പെണ്ണുങ്ങൾക്ക് ഇടത്തെ കണ്ണ് തുടിക്കുന്നതല്ലാണെന്ന് പഴയ വിശ്വാസം. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കാര്യം വരുന്നു. കല്യാണപ്രായം ആയ കുട്ടിയാകുമ്പോഴത്തേ ഒരു കല്യാണമായിരിക്കും വരുന്നത്. അപ്പോൾ സ്വാഭാവികം നാണം വരുമല്ലോ, എന്തിനാ നീ വലം കയ്യാൽ മുഖം മറിച്ചു, പഞ്ചപാണൻ എഴുന്നള്ളും നെഞ്ചിലുള്ള കിളി ചൊല്ലി, സമയമായി. അതാണ് അത് വന്നത്. ആ കിളി ചൊല്ലിയത് കൊണ്ടാണ് എല്ലാം അറിയുന്ന പ്രായമായില്ല, ഇനി മിന്നും പൊന്നും അണിയുവാൻ കാലമായില്ല. അത് തന്നെ ആ സിറ്റുവേഷൻ തന്നെ രഞ്ജിത്തിൻ്റെ. അത് ഈ പറഞ്ഞ മറ്റൊരു ഈ വാക്കിനെ കണ്ടു കഴിഞ്ഞാൽ എഴുത്തുകാരനെ പ്രണയിക്കുന്ന ആളാണ്. വാക്ക് കണ്ടിട്ട് എഴുത്തുകാരനെ പ്രണയിക്കുന്നൊരു അല്ല, അങ്ങനെ കുറേ എനിക്ക് ഒത്തിരി പേര് അങ്ങനത്തെ സത്യനന്ദക്കാട്, കമൽ സാറ്, ഇങ്ങനെ പറഞ്ഞാൽ കുറേ പേര് ഇങ്ങനെ. ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ അവർ കാണുന്നതിനോട്, അവർ നോക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ഒരുക്കി നിർത്തുമ്പോൾ ഒരു പിതാവിന് കിട്ടുന്ന സുഖമുണ്ട്, അതുപോലെ. പക്ഷേ ഞാൻ വിഷമിച്ചു പോയത് അനുരാഗവിലോചന എഴുതുമ്പോഴാണ്. ലാൽ ജോസ് പറഞ്ഞു, എല്ലാ സിനിമയിലും ഞാനായിരുന്നു ഭരണാധികാരി കേട്ടോ, പാട്ട് ചെയ്ത് ഞാനല്ല, MD സാറായിരിക്കും. വളരെ പിശുക്കരാണല്ലോ ചിരിക്കാൻ. ചിരി എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ അനങ്ങിയാൽ ചിരിച്ചൊന്നും അതിൻ്റെ അർത്ഥം.
അപ്പം എനിക്കാണെങ്കിൽ ഇരുന്ന് കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ വീടിനടുത്തൊരു വലിയ ഹോട്ടലിലേക്ക് മുറിയെടുത്ത് എഴുതാൻ പറ്റാഞ്ഞിട്ട് ലോകി സാറൊക്കെ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്ത സീൻ എഴുതാനായിട്ട് കൺട്രോളറുടെ അസിസ്റ്റൻ്റ് വരുമ്പോൾ പുള്ളിയെ കാണുന്ന മുറിയിൽ നോക്കിയപ്പോൾ കട്ടിലിനടിയിൽ നിന്ന് എഴുതും. പ്രൈവസിക്ക് വേണ്ടിയിട്ടുണ്ടാകുന്നൊരു പിരിമുറുക്കും. ഞാൻ അവസാനം ഈ പാട്ട് എഴുതിയിരുന്ന് കുളിമുറി കയറിയിരുന്നു. എനിക്ക് വലിയ ആരുമില്ല, ഒരു ശല്യമില്ല, പക്ഷേ എനിക്ക് പ്രൈവസി പോരാ. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അനിൽ പരമേശ്വരൻ്റെ ഏറ്റവും വലിയ ഗുണം, ഗിരീഷിനൊക്കെ ഗുണമുണ്ട്, എനിക്കതില്ല കേട്ടോ. അവർക്ക് എത്ര തിരക്കും, വിവേകാനന്ദൻ്റെ ജാതിയാണ്, ചുറ്റും അല മുറയിടുന്ന തിരമാലകൾക്ക് നടുവിലും ധ്യാനിച്ച് നിൽക്കാൻ വിവേകാനന്ദന് കഴിയും. അവരൊക്കെ ആ ഗണത്തിൽപ്പെട്ടത്. എനിക്കതില്ല. എനിക്ക് ചെറിയ വശ വരെ എന്നെ വല്ലാണ്ട് അലട്ടും. അപ്പോൾ അങ്ങനെ എനിക്ക് പ്രൈവസി പോരാഞ്ഞിരിക്കാൻ കുളിമുറിക്കകത്ത് വരുന്ന എഴുതിയത്. എന്നിട്ട് പിറ്റേ ദിവസം ഇറച്ചി പിടിച്ചാലേ ചെല്ലുന്നത്. കാര്യം വൈസ് ചാൻസലർ മറ്റതാണ് ഇരിക്കുന്നത്. അങ്ങനെ നോക്കി ആ കണ്ണാടിയുടെ കൂടെ നോക്കിയിട്ട് ഇങ്ങനെ മേടിച്ചു ഞങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ഇതിരിപ്പുണ്ട്, ദിനേശ് വീട് ഈ വശത്തിരിപ്പുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുന്നു, ഈ കയ്യിൽ ഇങ്ങനെ നോക്കുന്നു. നോക്കിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ബീഡി വിറച്ചു. ഞാൻ ചാരം താഴെ. ബീഡി വിറക്കിയെന്ന് വെച്ചാൽ ചിരിച്ചു എന്നാണ് അർത്ഥം. ഇങ്ങനെ ഇരുന്ന് ചുണ്ട് ഇങ്ങനെ നീണ്ടു, അതാണ് ബീഡി വിറച്ചത്. ആ ചിരി ചാരം താഴെ വീണപ്പോൾ നമ്മൾ ചാരമാകില്ല. അത് വലിയൊരു സംഭവമല്ലേ? സാറ് നോക്കി അഭിനവനെ വിലയിരുത്തി. എന്നുവെച്ചാൽ ആ ഒരു ചിരി ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല എന്നുള്ളത്. ആ ചാരം താഴെ വീണതായിരുന്നു നമുക്ക് ലഭിച്ച ആധാർ കാർഡ്. അതേപോലെ തന്നെയാണ് അച്ഛൻ്റെ മകനായിട്ട് വരുമ്പോൾ എഴുത്തിനെ സംബന്ധിച്ച് എല്ലാവരും എക്സ്പെക്റ്റേഷൻസ് വെക്കും. അപ്പോൾ ഒരു കവിയെ തന്നെ അതിനകത്ത് പ്രതീക്ഷിക്കും. ആ കവിയെ റീപ്ലേസ് ചെയ്യുന്ന ഒരു കവിയാണ് നമ്മൾ ആദ്യം തേടുക. ഇത് എവിടെയെങ്കിലും ഭാരമായിട്ട് വന്നിട്ടുണ്ടോ? അത് സ്വയം തന്നെ കാര്യം എനിക്ക് തന്നെ അറിയാമല്ലോ വയലാർ ആരാണെന്നും ഞാൻ ആരാണെന്നും. അതെന്നെ കൃത്യമായി എൻ്റെ ഭാര്യയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. വയലാറിന് കിട്ടുന്ന സ്വീകരണം നിനക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷ ഒരിക്കലും പാടില്ല. കാര്യം അത്രമാത്രം ആ സ്ഥാനത്തിരിക്കുകയാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാണ്. അപ്പം അതുകൊണ്ട് ഞാനൊരിക്കലും അത് താരതമ്യം ചെയ്യില്ല. ഞാനതുകൊണ്ട് തന്നെയാണ് കൊച്ചു വയലാർന്ന് തന്നെ പേരാക്കുക എന്ന് വെച്ചിട്ട് എന്നെ ആദ്യമേ രാജാ സാറിൻ്റെ പടം എഴുതാൻ, വിനോദയാത്ര എഴുതാനായിട്ട് സത്യഞ്ചേട്ടൻ ചെന്ന് പരിചയപ്പെടുന്നത് ഇത് വയലാറിൻ്റെ മകനാണ് രാജാ സാറിന്. ചിന്ന വയലാർ. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ നല്ല പേരല്ലേ കൊച്ചു വയലാർ. എത്ര നമ്മുടെ തലയിലെഴുത്ത് നല്ലതാണ്, സാഹചര്യ അനുകൂലമാണ്, നമ്മളങ്ങ് ലോകം മുഴുവൻ അറിയുമ്പോഴും പേര് ഒരു വയലാറിൻ്റെ കൊച്ചായിട്ടിരിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ എനിക്കെപ്പോഴും അത് കൃത്യമായി അറിയാം. അത് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാര്യം അത് അറിഞ്ഞ വഴി വേറെ, ഞാൻ അറിഞ്ഞ വഴി വേറെ, അനുഭവം അത് വേറെ, എൻ്റെ അനുഭവം വേറെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായന വേറെ, എൻ്റെ വായന വേറെ, അല്ലാതെ. പക്ഷേ ആൾക്കാർ അത് പ്രതീക്ഷിക്കുന്നതിൻ്റെ കുഴപ്പമില്ല. നമ്മൾ അവരെയും തെറ്റ് പറയാൻ പറ്റില്ല. പ്രതീക്ഷിക്കുക. ഇപ്പോൾ ആദ്യം തന്നെ പൊന്നുതമ്പുരായപ്പോഴേ പറഞ്ഞു, ഇത് വയലാർ അന്ന് മാറ്റി വെച്ചിരുന്ന പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാഘമാസമൊക്കെ എഴുതിയപ്പോഴേ അത് വയലാറിൻ്റെ ചുരുട്ടിക്കളഞ്ഞ ഏതോ സാധനം എടുത്ത് വിളിച്ചു തന്നു. പക്ഷെ അവരെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിച്ചു. അവരെ പറയിപ്പിക്കുന്നില്ല, അവർ തന്നെ പറഞ്ഞു. അന്നങ്ങനെ പിന്നെ ഞാൻ പല സ്ഥലത്തും രഹസ്യമായി പറഞ്ഞിരുന്നു. ഇപ്പം എനിക്ക് അതിൽ സങ്കടമുണ്ട് ശരത്തെ. അതെ, ആ ജീവിച്ചിരിപ്പില്ല പറഞ്ഞാൽ എന്നെ പറയേണ്ട കാര്യമില്ല. അപ്പം അതങ്ങനെ അത് കഴിഞ്ഞു. അപ്പം എന്നുവെച്ചാൽ എന്തൊക്കെയോ ഒരു അനുഗ്രഹത്തിൻ്റെ തലം. അച്ഛനാണെങ്കിൽ ആഗ്രഹമില്ലായിരുന്നല്ലോ എൻ്റെ സിനിമയിലേക്ക് വിടാൻ. അതേ പറയുമായിരുന്നു, എന്താണെന്ന് അറിയില്ല. പക്ഷേ അത് കറങ്ങി തിരിഞ്ഞ് പറഞ്ഞ എല്ലാ ജോലിയും ചെയ്ത് 22 കൊല്ലം മക്ഡോവലിൽ ജോലി ചെയ്തു. എല്ലാം കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ വരുന്ന 1990 30 വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങുന്നത്. എങ്ങനെ അതെന്തോ നിയോഗം, അതിന് മറുവശമുണ്ട്. ശരത്ത് വയലാർ എൻ്റെ മകനെ എഴുതാന്ന് പറയും. ഇങ്ങനെ പറയുന്നവരുണ്ട്. അല്ല, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പം തുടങ്ങി എന്നുള്ളൊരു അതും എല്ലാം അതല്ലോ. ആ സമയത്തുണ്ടായിരുന്നു വയലാർ മരിച്ചപ്പോൾ വയലാർ മദ്യപിച്ച് മരിച്ചു. വയലാറിൻ്റെ മകൻ മദ്യ കമ്പനിയിൽ നിന്നൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ മദ്യ കമ്പനിയിലാണ് ജോലി ചെയ്തത്, മക്ഡോവലിൽ. വീടിനടുത്തത് 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. എന്തെങ്കിലും വന്നാൽ ഓടി വരാം. കാരണം ഞാനാണല്ലോ ഗൃഹനാഥൻ. 15 വയസ്സിലെ 20 വയസ്സിലെ ഗൃഹം. അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എനിക്ക് വരാം, വന്ന് നോക്കി പോവാം എന്നുള്ളൊരു സൗകര്യവും വരുമാനം പ്രധാനമായിരുന്നു. ഞങ്ങൾക്ക് 4 പേർ കൂടെ പഠിക്കാനുള്ളൊരു വരുമാനം അന്നില്ല. മലയാളികൾ ചെയ്തതാണ് നമ്മുടെ എപ്പോഴും വലിയ ഇന്നും അസറ്റ്. ഇന്ന് എനിക്ക് കൈ നീട്ടാൻ അഹങ്കാരമുള്ളത് ഞാൻ ആകെ അഹങ്കരിക്കുന്ന കാര്യത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പം കൈ നീട്ടിയാലും കൈ നിറച്ച് പണം വരും. ഒരു പോസ്റ്റ് ഇട്ടാൽ മതി. അതാണ് ഇത് നമ്മുടെ സ്വത്ത് ഇപ്പോഴും.